എല്ലാ ദൈവദാസന്മാർക്കും സഹോദരീ സഹോദരനും വിശേഷാൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ക്രിസ്തീയ ശിഷ്യത്വം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, ഒരു ദൈവാലോചന, കർത്താവിൻ്റെ കൽപ്പന നമ്മൾ ഒരുമിച്ച് ചില ആഴ്ചകളായിട്ട് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ 12ാമത്തെ ധ്യാനമാണ്. ആമുഖമായിട്ട് ഇതിൻ്റെ പ്രാധാന്യതയെ സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുള്ള ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകാം. ജപ്പാൻ എന്ന രാജ്യം നിങ്ങൾക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു ആർട്ട് വർക്കുണ്ട്. അവരതിനെ വിളിക്കുന്നത് കിൻസുഗി എന്നാണ്. തകർന്നു പോയ, ഉടഞ്ഞു പോയ പാത്രങ്ങൾ, ചിന്ന ഭിന്നമായി പോയ ഗ്ലാസുകൾ, അതുപോലെ സെറാമിക് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നതാണ്. തൂത്തുവാരി കളയാനുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ അവരുടെ ഒരു ടെക്നോളജി ഉണ്ട്, അവരുടെ കലാസൃഷ്ടിയാണ്. അവര് ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെയും പണിയും. നിങ്ങൾ ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ പണിയപ്പെട്ട, റീമോൾഡ് ചെയ്ത, റീക്രിയേറ്റ് ചെയ്ത ഈ വസ്തുക്കളൊക്കെ ആദ്യം ഇതുണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും ആകർഷണീയമാണ്. വളരെ ആകർഷണീയമായിട്ട് തോന്നും. ഞാൻ അതിൻ്റെ പിക്ചേഴ്സൊക്കെ ഒന്ന് ഇന്ന് രാവിലെ നോക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെ ഈ പാത്രങ്ങള്, ബൗളുകള് ഒക്കെ ഉടഞ്ഞു പോയത് അവർ ഈ പൊട്ടിയ സ്ഥലത്ത് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ പൗഡറുകൾ വെച്ച് അവരൊരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. വളരെ മനോഹരമായിട്ട് നമ്മൾക്ക് അത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഞാനിപ്പോൾ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. മനുഷ്യൻ ഇതുപോലെ തകർന്ന തരിപ്പണമായതാണ് ആത്മീകമായി. ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയി തരിപ്പണമായി പോയി. തൂത്തുവാരി അങ്ങ് കളയാനുള്ളതേ ഉള്ളായിരുന്നു. പക്ഷെ ദൈവം അത് ചെയ്യാതെ ഈ തകർന്നു പോയ മനുഷ്യനെ ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിലൂടെ മടക്കി കൊണ്ടുവരുന്നു. യേശുക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് സ്വായത്തമാക്കി കഴിഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ തനി സ്വഭാവത്തോട് അനുരൂപപ്പെടുമ്പോഴാണ് ശരിക്കും ഈ തകർന്ന് തരിപ്പണമായ ഈ പാത്രം, നമ്മളോടുള്ള ബന്ധത്തിൽ മൺപാത്രം, പിന്നെയും ശോഭയുള്ളതായി, മേൽത്തരമായി, സൃഷ്ടാവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇത് പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ശിഷ്യത്വ പാഠം, ശിഷ്യത്വ ജീവിതം എന്ന് പറയുന്നത് സൗകര്യമുണ്ടെങ്കിൽ അനുസരിക്കാം എന്നുള്ള ഒരു മനോഭാവമല്ല. ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇന്ന് ഈ വിഷയം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത്,
നിങ്ങളുടെ ചിലരുടെ മക്കൾ, അല്ല നിങ്ങളുടെ ജീവിതം, നിങ്ങൾക്കറിയാൻ സാധിക്കുന്ന മറ്റ് ചില നിങ്ങളുടെ സ്നേഹിതരുടെയൊക്കെ ലൈഫ് നിങ്ങളുടെ ദൃഷ്ടിയിൽ തരിപ്പണമായതായിരിക്കാം. There is no hope. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ളതിനെ തിരിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷണ്യ പ്രവൃത്തിയിലൂടെയും പിന്നീട് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നതിലൂടെ അവരെ മടക്കി ദൈവത്തിന് ശോഭയുള്ള പാത്രമാക്കി തീർക്കുവാൻ കഴിയും. നിങ്ങളുടെ മക്കളിൽ ചിലര് കൈവിട്ടു പോയി, ഇനിയും there is no hope എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ, that's not the truth. God can work miracles. ഒറ്റ ഉദാഹരണം പറയാം, അത് കഴിഞ്ഞ് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ, ശമര്യക്കാരത്തി സ്ത്രീ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ സഹോദരിയുമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ഡയലോഗാണ് കാണുന്നത്. ആ സഹോദരിക്ക് നമ്മുടെ സമൂഹത്തിൽ വല്ല ഹോപ്പും ഉണ്ടോ? നമ്മുടെ ആരെങ്കിലും പള്ളി കയറ്റുമോ? 5 ഭർത്താക്കന്മാരെ കളഞ്ഞിട്ട് 6-മതിപ്പോൾ കൂടെ താമസിക്കുന്ന ആള് ഭർത്താവല്ല. നമ്മുടെ മൈൻഡിൽ there is absolutely no hope for this woman. ഈ സ്ത്രീയോട് 3-3.5 വർഷത്തെ തിരക്കേറിയ ശുശ്രൂഷയുടെ നടുവിൽ 20 മൈൽ നടന്ന് കർത്താവ് ഒരു കിണറ്റിന്റെ അരികെ വന്ന് അവരുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് at the end of the story she becomes a wonderful evangelist. ശമരിയിലെ ഗ്രാമങ്ങളിൽ കർത്താവിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുക. How is this possible? തകർന്നു പോയതിനെ തൂത്തുവാരി കളയാതെ ചേർത്ത് കൊണ്ടുവന്ന് അവിടുന്ന് മനോഹരമായ, എന്ന് പറഞ്ഞാൽ നേരത്തേതിലൊക്കെ വളരെയധികം മനോഹരമായി, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചതാണ്. പക്ഷേ ആദാമ്യ പാപം, ആ സിൻഫുൾ നേച്ചർ മനുഷ്യരാശിയിലേക്ക് പ്രവേശിച്ചത് നിമിത്തം ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും പ്രകടമാക്കേണ്ട നമ്മളിൽ ആ സാദൃശ്യവും സ്വരൂപവും തുടച്ചു മാറ്റപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഡിസ്റ്റോർട്ടഡ് ആയിപ്പോയി. എന്നിട്ട് സിൻഫുൾ നേച്ചറാണ് നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. അത് ആകർഷണീയമല്ല. പലപ്പോഴും പലർക്കും പല മൃഗീയമായ സ്വഭാവങ്ങൾ പുറത്തു വരും. സിൻഫുൾ നേച്ചർ അങ്ങനെയാണ്. എന്നാൽ അങ്ങനെയുള്ളവരെ എത്ര ക്രൂരമായ, കഠിനമായ, വൃത്തികെട്ട പാപത്തിൽ കിടന്ന പുളഞ്ഞവനെയും മടക്കി അത്ഭുതകരമായി തിരിച്ചു കൊണ്ടുവന്ന് ഈ സാദൃശ്യവും സ്വരൂപത്തെയും റെസ്റ്റോർ ചെയ്യാൻ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന് കഴിയും. ആ റെസ്റ്റോർ ചെയ്ത് അടുത്തൊരു പ്രോസസ്സാണ്, റെസ്റ്റോറിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് ഡിസൈപ്പിൾഷിപ്പ്. അതുകൊണ്ട് ഡിസൈപ്പിൾഷിപ്പ്, രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവുകയാണ്, പിന്നെ പഠിക്കുന്നെങ്കിൽ പഠിച്ചിട്ട് വേണമെങ്കിൽ ഒരു നോട്ടോ വല്ലതും കുറിക്കാം, അതല്ല. ആബ്സല്യൂട്ട്ലി ഇമ്പോർട്ടൻറ്റ്. അത് രക്ഷിക്കപ്പെട്ട ഒരാളിനെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റോറേഷന്റെ ആ പ്രോസസ്സിലായി. യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. എന്നാൽ ഫൈനൽ പിക്ചർ വരുന്നത് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മൾ അനുദിനം അനുരൂപമായി. ആൻഡ് വൺ ഡേ we will meet our Lord face to face, and then we will be like him. അതുകൊണ്ട് ശിഷ്യത്വ പാഠത്തിൽ ശ്രദ്ധയോടെ കേൾക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആ റെസ്റ്റോറേഷൻ പ്രോസസ്സ് നമ്മളിൽ നടന്ന് ദൈവത്തിന്
മഹത്വം എടുക്കേണ്ടതിന്, നമ്മളെ സൃഷ്ടിച്ചതിന് പിൻപിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതിനെ പൂർണ്ണ നിലയിൽ നിർവഹിക്കേണ്ടതിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. സോ വി ആർ നോട്ട് വേസ്റ്റിംഗ് അവർ ടൈം in the meditation of this subject, Christian disciples, but this is an absolute necessity. It is a commandment of our Lord. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്, അങ്ങനല്ലേ മാത്യു 28:19-20 വേഴ്സിൽ എഴുതിയിരിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും. കൽപ്പിക്കാത്തത് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കൽപ്പിച്ചതെല്ലാം പറയാത്തവരുമുണ്ട്. പക്ഷെ യേശു പറയുന്നത്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് എല്ലാം ഈ പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ച് എൻ്റെ ശിഷ്യരാക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു സാത്താനാൽ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന ആ ഒരു വേദഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 13 വാക്യങ്ങളിലാണ് ടെംപ്റ്റേഷൻ ഓഫ് ജീസസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമുക്ക് ഇത് കാണുവാൻ കഴിയും. അതുപോലെ ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിക്കും ഈ ഒരു കർത്താവിന്റെ എക്സ്പീരിയൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന്റെ ബാപ്റ്റിസത്തിന്, അതുപോലെ കർത്താവിനെ പിതാവാം ദൈവം പരസ്യമായി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞ് പബ്ലിക് മിനിസ്ട്രിക്ക് മുൻപിലായിട്ടാണ് ഈ ഒരു പ്രത്യേക സന്ദർഭം നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസ് വളരെ ചുരുക്കമായിട്ടാണ് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും മർക്കോസ് 1:9 ആ കാലത്ത് യേശു ഗലീലയിലെ നസ്രേത്തിൽ നിന്ന് വന്ന് യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. അപ്പൊ അറൈവൽ ഓഫ് ജീസസ് അറ്റ് ജോർഡൻ ഫോർ ബാപ്റ്റിസം. 10-ാം വാക്യത്തിൽ അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളർന്നതും ആത്മാവ് പ്രാവ് പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. 11-ാം വാക്യത്തിൽ അപ്രൂവൽ ഓഫ് ദ ഫാദർ, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. 12-ാം വാക്യത്തിൽ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. ലൂക്കോസ് 4:1 വാക്യവുമായിട്ട് നമുക്ക് ഈ 12-ാം വാക്യത്തെ ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ലൂക്കോസ് 4:1 പറയുന്നത്, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിനോട് ഉള്ള ബന്ധത്തിൽ മർക്കോസ് 1:12 അനന്തരം, ഇംഗ്ലീഷിൽ ഇമ്മീഡിയറ്റ്ലി, അത് മർക്കോസിന്റെ സുവിശേഷത്തിലെ ഒരു എഴുത്തുകാരന്റെ ഒരു ഫേവററ്റ് പദപ്രയോഗമാണ്. വളരെ ക്വിക്ക് പേസ്റ്റ് ആണ് മാർക്കിന്റെ ഗോസ്പൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാനതിവിടെ എടുത്തു പറയാൻ കാരണം, സ്നാനം കഴിഞ്ഞ് പിതാവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് ഉടനെ ആത്മാവിന്റെ ആ അഭിഷേകം കഴിഞ്ഞാൽ ഉടനെയാണ് ഈ ടെംപ്റ്റേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ എന്തിനാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഉച്ചകോടിയിലെ ഒരു ആത്മീക അനുഭവം കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗാർഡ് വേണ്ട നിലയിൽ നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ഈ വലിയ ഒരു സ്പിരിച്വൽ ഹൈറ്റ് ആണ്. ജീസസ് took baptism and the Spirit coming upon the Lord and the Father's approval. ഇതെല്ലാം കഴിഞ്ഞാൽ ഉടനെ സ്പിരിറ്റ് മരുഭൂമിയിലേക്ക് നടത്തുക എന്ന് പറയുമ്പോൾ ശരിക്കും ആ വലിയ ആത്മീക ജയം കഴിഞ്ഞ്, ഞാനൊരു വാക്കുപയോഗിക്കാം, നമ്മളോടുള്ള ബന്ധത്തിൽ ഈ ഗാർഡ് കാണത്തില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദുർബല നിമിഷം പോലെയാണ്, വൾണറബിൾ ആണ് നമ്മൾ, അല്ലേ? ഞാൻ നമ്മുടെ സ്റ്റഡിയിൽ പറഞ്ഞതാണ്, ചിലപ്പോൾ ഒരു രോഗസൗഖ്യമായിരിക്കാം, ചിലപ്പം പറഞ്ഞൊരു വാക്ക് പ്രവചനം പോലെ ഒരാൾക്ക് തോന്നി, ഭയങ്കര സന്തോഷമായി. അടുത്ത നിമിഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ
അത്ര ഒരു ഗാർഡഡ് ആകത്തില്ല. ബട്ട് വി നീഡ് ടു ബി ഗാർഡഡ് ജസ്റ്റ് ലൈക്ക് അവർ ലോർഡ്. എന്നിട്ട് ഇവിടെ മറ്റൊരു പദപ്രയോഗം നമ്മൾ ഈ മാർക്കിൽ കാണുന്ന ആത്മാവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്നൊരു പദപ്രയോഗം. സ്ട്രോങ് കമ്പൾഷൻ ടു ഗോ ഇൻ ടു ദ വിൽഡർനെസ്. അപ്പൊ ഇത് ആർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല, ആരെയും പരീക്ഷിക്കുന്നതില്ല. അപ്പം ആത്മാവ് നിർബന്ധിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവ്, ഗോഡ് ഇസ് നോട്ട് ദ ടെംപ്റ്റർ. ആത്മാവല്ല ടെംപ്റ്റർ, പിശാചാണ് ടെംപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദ സ്പിരിറ്റ് കമ്പൽഡ് ഹിം ടു ഗോ ഇൻ ടു ദ വിൽഡർനെസ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും ദൈവത്തിൻ്റെ പരമാധികാരത്തിലും മേൽനോട്ടത്തിലുമാണ് നടക്കുന്നത് എന്നത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കണം. അപ്പൊ എന്തിനാണ് ഈ മരുഭൂമി കൊണ്ടുവന്നത്? അല്ലാതൊക്കത്തില്ലേ? അവിടെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുക്കുന്ന സമയത്ത് അനേക സ്നാനങ്ങൾ നടക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇത് പുരുഷാരത്തിൽ നിന്നൊക്കെ വേറിട്ട് മാറ്റി ഐസൊലേറ്റഡായി ഏകാന്തതയിൽ ഉള്ള പരീക്ഷ. അവിടെ only the Father is saying, the Spirit is on him and he's confronting the enemy, the devil. ആ പ്രൈവസിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ പ്രാർത്ഥിച്ച് കർത്താവിനെ സഹായിക്കാനോ കൂടെ പ്രാർത്ഥിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ വേറെ ആരുമില്ല. alone he is confronting the enemy. അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. പിതാവ് അത് അങ്ങനെ സംവിധാനം ചെയ്തു. പിതാവ് അങ്ങനെ അനുവദിച്ചു. ഞാൻ കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ യേശു ജയാളിയായിട്ടാണ് അവിടെ പോകുന്നത്. as a conquering Messiah, and he defeats the enemy in the wilderness and comes out as victorious. ആ യേശുവിനെ അനുഗമിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ലൂക്കോസ് 4:1 അടുത്ത് നമ്മൾ കാണുന്നത് പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കുള്ള പരീക്ഷയും കർത്താവിന്റെ പരീക്ഷയും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു മേജർ ഡിഫറൻസാണ്. ജീസസിന്റെ ടെംപ്റ്റേഷൻ അകത്ത് നിന്നുള്ളതല്ല, ഇറ്റ് ഈസ് എക്സ്റ്റേണൽ. നമ്മുടെ മിക്ക ടെംപ്റ്റേഷനും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ടെംപ്റ്റേഷനാണ്. ആ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫോളൻ ഫ്ലഷ് ആണ്, ദി ഓൾഡ് ആഡമിക് സിൻഫുൾ നേച്ചർ. അത് ജീസസിനില്ലായിരുന്നു. ഇറ്റ് വാസ് എക്സ്റ്റേണൽ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതുപോലെ പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകരുത്. എബ്രായ ലേഖനം 4:15 നമ്മൾ അനേക ആവർത്തി വായിച്ചതാണ്. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളത്. ശരിക്കും മലയാള ട്രാൻസ്ലേഷനേക്കാൾ ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ബെറ്റർ. ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ പോയിന്റ്സ് ജസ്റ്റ് ലൈക്ക് us, yet did not sin. ഇവിടെ പാപമൊഴികെ എന്നൊരു വാക്ക് അതിനേക്കാൾ ഇംഗ്ലീഷാണ് നല്ലത്. അപ്പൊ ഞാൻ പറയാൻ താല്പര്യപ്പെട്ടത്, ഈ 40 ദിവസം ടെംപ്റ്റേഷൻ ആയിരുന്നു. അതിന്റെ ക്ലൈമാക്സിലുള്ള 3 പരീക്ഷകളാണ് നമ്മൾ തുടർന്ന് ധ്യാനിക്കാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ അവിടെ മാത്രമേ കർത്താവ് പരീക്ഷിക്കപ്പെട്ടുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എബ്രായർ 4:15 അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനനം മുതൽ അവിടുത്തെ വളർച്ചയിലെല്ലാം അവിടത്തേക്ക് ടെംപ്റ്റേഷൻ ഉണ്ടായി എന്ന് ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ടെംപ്റ്റഡ് ആകും, ഇതെല്ലാം നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്.
എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ടെംപ്റ്റഡ് ആയിട്ടുണ്ടല്ലോ. അതുപോലെ മുതിർന്ന കുട്ടികളായി നമ്മൾ വളർന്നു വരുന്ന സമയത്ത്, നമ്മുടെ കൗമാരപ്രായത്തിൽ, നമ്മളുടെ യുവത്വത്തിൽ, അതുപോലെ നമ്മൾ പലരും മുതിർന്നവരാണ്, അഡൽട്ട്ഹുഡിലുള്ളവരാണ്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള പരീക്ഷകൾ കർത്താവ് ഉറപ്പായിട്ടും തരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 30 വർഷത്തിലെ ടെംപ്റ്റേഷനുകളൊന്നും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും എബ്രായ ലേഖന എഴുത്തുകാരന്റെ ഈ പരാമർശത്തിൽ നിന്നും, ഈ വെളിപ്പെടുത്തലിൽ നിന്നും, യെസ്, ജീസസ് can sympathize with us at any age. നമ്മൾ കടന്നു പോകുന്ന എല്ലാം. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യൗവനക്കാരായിട്ട് ആളുകൾ ഉണ്ടെങ്കിൽ അവർ ട്രമെൻഡസ് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് ഈ വല്ലാത്ത ലോകത്തിൽ. Did Jesus suffer all that? Yes. അവിടുന്ന് അത് എല്ലാം ജയിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് he can sympathize with us. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. He was tempted in all points just like us. അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഈ 40 ദിവസവും പിന്നെ 40 ദിവസത്തിന്റെ അവസാനത്തിൽ 3 ടെംപ്റ്റേഷൻസ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല, അത് നമുക്കറിയാം. ഹി വാസ് ഫാസ്റ്റിംഗ്. എന്നിട്ട് ആ 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അവിടെ വിശന്നു എന്ന വാക്ക് ചില പരിഭാഷയിൽ ഫാമിഷ്ഡ് എന്നുള്ളൊരു പ്രയോഗമാണ്. അർത്ഥം ഇതാണ്, എക്സ്ട്രീംലി ഹംഗ്രി. ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല, അതുപോലെ ഹംഗ്രി. എന്തിനാണ് അത് എടുത്തു പറഞ്ഞത്? ഇത് ഒരു ദുർബല സമയമാണ് ഹ്യൂമാനിറ്റിയിൽ. മനുഷ്യന്റെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ, ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ, മനുഷ്യത്വത്തിലുള്ള ഈ പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എതിരാളി ആ സമയം നോക്കിയാണ് അടുത്തു വരുന്നത്. 13-ാം വാക്യത്തിൽ ഓപ്പർച്യൂൺ മോമെന്റ് എന്ന് പറയുമ്പോൾ, ദിസ് ഇസ് ആൻ ഓപ്പർച്യൂൺ മോമെന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു, ആത്മീയ അനുഭവങ്ങളുടെ ഉച്ചകോടി ഗാർഡ് നമ്മൾ പലപ്പോഴും വേണ്ട നിലയിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സമയം. ഇവിടെയോ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സമയത്താണ്. എത്ര സട്ടിലായിട്ടാണ് ആ എനിമി അടുത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവ് ജയിച്ചു. അവിടുന്ന് പൂർണ്ണമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ലീഡിങ്ങിലും ദൈവത്തിന്റെ വചനത്തിലും ആശ്രയിച്ചു. നമ്മൾ കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷനിൽ ചിന്തിച്ചതാണ്, ഇതേ സൂപ്പർ നാച്ചുറൽ റീസോഴ്സസ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളാകുന്ന നമുക്കും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിനാൽ അനുദിനം നിറയപ്പെടണം. എഫേസ്യർ 5:18 അനുസരിച്ച് ഇതുപോലെ ദൈവവചനം ദൈനംദിനം വായിക്ക മാത്രമല്ല, ധ്യാനിച്ച് പഠിച്ച് നമ്മുടെ ഉള്ളത്തിൽ സ്റ്റോർ ചെയ്യണം. അതാത് സമയങ്ങളിൽ ആത്മാവി സ്റ്റോർ ചെയ്ത് നമ്മുടെ അകത്ത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾക്കും ജയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. പലപ്പോഴും അല്ല, എല്ലായ്പ്പോഴും ആകട്ടെ. തോറ്റുപോകാൻ കാരണം എന്താ? പലപ്പോഴും ഇറ്റ്സ് ബിക്കോസ് വി are not sensitive to the leading of the Spirit, and we do not trust or depend on the power of the Word of God. ഒരിക്കലും ഈ മെഡിറ്റേഷനിലൂടെ കടന്നു പോകുന്ന ദൈവമക്കള് ടെംപ്റ്റേഷൻസ് ഉറപ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. ജയാളികളായി തീരുവാൻ നമ്മൾക്ക് ഇടയായി തീരട്ടെ. ഒന്നാമത്, കർത്താവിനെ ടെംപ്റ്റ് ചെയ്ത ആ ടെംപ്റ്റേഷനിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 3-ാം വാക്യം, 4-ാം വാക്യം. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ
നീ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. ദാറ്റ്സ് എ റിയൽ എനിമി. കർത്താവിന്റെ മറുപടി 4-ാം വാക്യത്തിൽ. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ വാക്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. 3-ാം വാക്യം, ആദ്യത്തെ ഭാഗം. അപ്പോൾ പിശാച് അവനോട്. ഇതെന്താ? പിശാച് ഏതെങ്കിലും ഒരു ഹ്യൂമൻ ഫോം ബോഡി എടുത്ത് അവിടെങ്ങാനും വന്നോ? കർത്താവിന് ആ പറഞ്ഞ വാക്കുകൾ ഓഡിബിളായി കേൾക്കായിരുന്നോ? അവിടെ വേറെ ഒരു ഫോം ഉള്ളതായിട്ടൊന്നും വേദപുസ്തകത്തിൽ രേഖയില്ല. പക്ഷേ പിശാചിന്റെ ഈ പ്രലോഭനം കർത്താവിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഓഡിബിൾ വോയിസ് ആണോ? നോട്ട് റിട്ടൺ ദെയർ. എന്റെ ഒരു ചിന്തയിൽ സാധ്യതയുള്ളത് പിശാചിന്റെ ഈ സജഷൻസ് കർത്താവിൻ്റെ മനസ്സിൽ വന്ന ചിന്തകളാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു വ്യക്തിത്വത്തെ നമ്മൾ അവിടെ മരുഭൂമിയിൽ കാണുന്നില്ല. ആ ഈവിൾ ഫോഴ്സ് ഒരു ബോഡിലി ഫോം അവിടെ എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ദി എനിമി ഈസ് റിയൽ. എന്നാൽ ഇങ്ങനെ ഒരു തോട്ട് മനസ്സിൽ വന്നതാകാനാണ് സാധ്യത. ആണെങ്കിലും കർത്താവ് ഒരു പാപവും ചെയ്തില്ല. കർത്താവ് അത് റിജക്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണും. പക്ഷെ നമ്മുടെ മനസ്സിൽ ശത്രു ഇതുപോലുള്ള സജഷൻസ്, ചിന്തകൾ, വചനവിരുദ്ധമായത്, ചിലപ്പോൾ നമ്മൾ അന്തം വിടുന്നത്, അങ്ങനെ ചിന്തിച്ചു പോയല്ലോ എന്ന് ചിന്തിച്ച് പാപബോധം, കുറ്റബോധം വന്ന പ്രിയപ്പെട്ടവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങളുടേതല്ലായിരുന്നു. ശ്രദ്ധിക്കണം. നിങ്ങൾ കണക്ക് കൂട്ടി ആഗ്രഹിച്ച് ചിന്തിക്കാതെ തൊടുത്തുവിട്ട എതിരാളിയുടെ ഒരു ഫിയറി ഡാർട്ട് ആണെങ്കിൽ ആ ടെംപ്റ്റേഷൻ അല്ല പാപം. ആ ചിന്ത താലോലിച്ച് അതാഗ്രഹിച്ച് അത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പാപം. ബില്ലി ബ്രേ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് നമുക്കറിയാവുന്ന ഒരു പ്രയോഗം നടത്തിയത്. യു കനോട്ട് പ്രിവെന്റ് ദ ക്രോ ഫ്രം ഫ്ലൈയിങ് ഓവർ യുവർ ഹെഡ്, ബട്ട് യു കൻ പ്രിവെന്റ് ഹിം ഫ്രം മേക്കിംഗ് എ നെസ്റ്റ് ഇൻ യുവർ ഹെയർ. പറവകൾ പാഞ്ഞ് തലയ്ക്ക് മീതെ ചുറ്റിനും, പക്ഷേ കൂട് വെക്കാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒരിക്കല് ഒരു നോൺ പെൻഡക്കോസ്റ്റലാണ്, ഒരിക്കലൊരു പെന്തിക്കോസ്ത് സഭയിൽ വെച്ച് ഞാൻ കണ്ട് വിദഗ്ധനായ ഒരു ഉന്നത വിദ്യാഭ്യാസമുള്ള ഈ ഫീൽഡിൽ ഇടപെടുന്ന ഒരു ആളിനോട് ചോദിച്ചു, ചിന്ത വരാതിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, മനുഷ്യനാണെങ്കിൽ ചിന്ത വരുക. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ പറയാം. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ല.
കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ഈ ഡയലോഗാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനസ്സ് ഇടിയപ്പം പോലെയാണ്. അമേരിക്കയിൽ ഇടിയപ്പം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല, ഏതായാലും ഈ നാട്ടിൽ നിന്ന് പോയവരല്ലേ. എന്താ ഇടിയപ്പത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ വരിഞ്ഞ് പൊറുക്കിയിരിക്കുക. അപ്പൊ അദ്ദേഹം എന്നെ കാണിക്കുക, എന്നോട് പറയുകയാണ്, ഒരു ചിന്ത എടുത്ത് മാറ്റിയാൽ തണ്ട അടുത്തത് കയറി വരുന്നു, എന്നാൽ അടുത്തതോടൊന്ന് മാറ്റി അടുത്ത് വരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മാനസികമായ രോഗികളെ ട്രീറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പൊ ഇതൊക്കെ വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചത് ഞാനിപ്പോൾ എൻ്റെ ഓർമ്മയിൽ വന്നതങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് വിദഗ്ധ ചികിത്സയൊക്കെ ഉണ്ട്, പോകട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ചിന്ത വരും എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പരസ്യമായിട്ട് നിങ്ങളോട് ചോദിക്കുക, ചിന്ത വല്ലതും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം ഭക്തരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിങ്ങളാരും ഇത് സമ്മതിക്കത്തില്ല. മനുഷ്യനാണോ ഇതുണ്ട്? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കണക്ക് കൂട്ടി ഇത് ചിന്തിക്കണമെന്ന് കുത്തിയിരുന്ന് ചിന്തിക്കുന്ന ചിന്തയല്ല, പെട്ടെന്നൊരു നിമിഷത്തിൽ ചിന്തിക്കാതെ, അറിയാതെ, ആഗ്രഹിക്കാതെ, ഇറ്റ്സ് എ ഫിയറി ഡാർട്ട് ഓഫ് ദി എനിമി. ഉടൻ തന്നെ നമുക്ക് ബോധ്യമായി ഇത് ദൈവത്തിൽ നിന്നല്ല. അതിനെ ശാസിച്ചു. അതിന് വിപരീതമായി നിൽക്കുന്ന ദൈവാലോചനയാകുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ മനസ്സിൽ വന്നതിനെ വെട്ടിമാറ്റി കളഞ്ഞു. നമ്മൾ ജയമെടുത്തു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ. അപ്പൊ തെറ്റായി എതിർത്ത് വരുന്ന ചിന്തകളെ അതുമായിട്ട് നമ്മൾ എഗ്രി ചെയ്ത് താലോലിച്ച് നടന്ന് അങ്ങനെ നടക്കുകയാണെങ്കിൽ പാപത്തിൽ ഇത് അവസാനിക്കും, സംശയമൊന്നും വേണ്ട. The battle is in your mind എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി 3-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം നോയിക്കെ, ശത്രുവിന്റെ നീക്കം നിങ്ങൾ ശ്രദ്ധിക്കണം. നീ ദൈവപുത്രൻ എങ്കിൽ, ഇംഗ്ലീഷിൽ എല്ലാ തർജ്ജിമകളിലും ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, എന്നാൽ അതിൻ്റെ കുറച്ചുകൂടെ ഒരു അക്യുറേറ്റ് ട്രാൻസ്ലേഷൻ, സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രനായതിനാൽ. ഇപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 22-ൽ നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. ഒരു പക്ഷെങ്കിൽ പിശാച് പിതാവ് പറഞ്ഞ ഈ വാക്കുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഇത് റെഫർ ചെയ്തുകൊണ്ടായിരിക്കാം ഇവിടെ കർത്താവിനോട് ഇടപെടുന്നത്. നീ ദൈവപുത്രൻ ആയതിനാൽ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്നൊരു ചോദ്യം. മത്തായി 27:40 അവിടുത്തെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കാൻ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അവസാനത്തിലും ഇതേ കാര്യം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ എന്താണ് ഇതിനകത്തെ ടെംപ്റ്റേഷൻ? നോക്കുക, ആ തുടക്കം നോയിക്കേ. വാസ്തവത്തിൽ പിശാച് എന്താണ് പറയുന്നത്? നീ ദൈവപുത്രനായതുകൊണ്ട്. അപ്പൊ അതിനകത്ത് പിശാചിന് സംശയമില്ലേ? ഒരു സംശയമില്ല. ഇവിടെ ചിലർക്കൊക്കെ തിയോളജി പഠിച്ച് അങ്ങ് ഭയങ്കര പഠിത്തമാവുമ്പോഴാ ഇനി യേശു ദൈവം തന്നെയാണോ? ഡെവിളിന് സംശയമില്ല, ഒരു ഭൂതശക്തിക്കും സംശയമില്ല. ഇവിടുത്തെ പല അന്യാരാധനക്കാർക്കും കൾട്ടുകൾക്കുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാടെണ്ണം സെമിനാറുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, യേശുക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുക. കേട്ടോ,
വളരെ സൂക്ഷിച്ചോണം. വീഡിയോ നമുക്കങ്ങ് യൂട്യൂബ് അഡിക്റ്റുകളുണ്ട്. യൂട്യൂബ് അഡിക്റ്റുകൾ. യൂട്യൂബിൽ കേൾക്കുന്നതെല്ലാം തെറ്റാണെന്നൊന്നും ഞാൻ വാദിക്കുകയല്ല. അനുഗ്രഹീതരായ കർത്തൃദാസീദാസന്മാര് ദൈവവചനം പ്രഘോഷിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പക്ഷേ മറഞ്ഞിരുന്നു കൊണ്ട് എയ്യുന്ന ഒരുപാട് വേന്ദ്രന്മാരുണ്ട്. ആൻഡ് സം ഓഫ് ദം ഡിനൈ ദ ഡീറ്റി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ വാസ്തവത്തിൽ പിശാച് തുടങ്ങുമ്പോഴേ ജീസസിന്റെ ട്രൂ ഐഡന്റിറ്റി സമ്മതിച്ചുകൊണ്ടാണ്. ഒരു ചോദ്യവും ആ വിഷയത്തിലില്ല. നീ ദൈവപുത്രൻ, ബിക്കോസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. സിൻസ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, there is no doubt. ഒരു ഡൗട്ടും ഇല്ല. ചില വാക്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ പുതിയ നിയമം മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ പോലും പിശാചിനോ ഭൂതങ്ങൾക്കോ ഡൗട്ട് ഉണ്ടായിട്ടില്ല. ലൂക്കോസ് 4:34, ഞാൻ ലൂക്കോസിൽ നിന്ന് മാത്രം 2-3 വാക്യങ്ങൾ. അവൻ നസ്രയനായ യേശുവേ വിടൂ, ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പാൻ വന്നിരിക്കുന്നവനോ, നീ ആരെന്ന് ഞാൻ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്ന് ഉറക്കം നിലവിളിച്ചു. 4:41, പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. 8:28, അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നെന്ന് ഉറക്കെ പറഞ്ഞു. എന്തിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്? ശ്രദ്ധിക്കണം. അറ്റാക്കിന്റെ മുൻപിൽ ഒരു സത്യം പറഞ്ഞുകൊണ്ടാണ് നുണ അവതരിപ്പിക്കാൻ പോകുന്നത്. If you are the Son of God, or since you are the Son of God, he is actually acknowledging the deity of Jesus Christ. ഉണ്ടോ? അത്രയും പറഞ്ഞത് ശരിയാ. അടുത്തതാണ് ഇനി ട്രാപ്പ്. പലപ്പോഴും നമ്മള് ചില കാര്യങ്ങൾ കൊള്ളാമല്ലോ, ഇത് കറക്റ്റ് ആണല്ലേ, കറക്റ്റ് ആണല്ലോ, അല്ല ബാക്കിയൂടെ കേൾക്കണം, ബാക്കിയൂടെ കേൾക്കണം. സ്തോത്രം. ഇതാണ് ഇവന്റെ ചതിയുടെ ആ കൗശലം. നമ്മൾ വളരെ അറ്റൻറ്റീവ് അല്ലെങ്കിൽ നോക്കി എത്ര ഒരു ഒരു ട്രൂത്ത് അങ്ങോട്ട് അവതരിപ്പിച്ച് അതിലൂടെയാണ് ബാക്കി കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ബാക്കി എന്താ പറയാനുള്ളത്? 3-ാം വാക്യത്തിന്റെ 3-ാം ഭാഗം, ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. നമുക്കറിയാം 40 ദിവസം ഉപവാസം കഴിഞ്ഞ് വിശന്നിരിക്കുകയാണ്. ഫാമിഷ്ഡ്, എക്സ്ട്രീംലി ഹംഗ്രി, ഹി നീഡ്സ് ടു ടേക്ക് ഫുഡ്. ആ സമയത്താണിത്. അപ്പൊ ഇത് പറഞ്ഞാൽ ഇതെന്തോ പരീക്ഷ? ബ്രെഡ് കഴിക്കുന്നത് പാപമാണോ? വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നത് പാപമാണോ? അല്ല, അതിനൊരു ശക്തി ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത് പാപമാണോ? നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ചിന്തിക്കണം. അപ്പൊ നമ്മുടെ വിശപ്പിന് ബ്രെഡ് കഴിക്കുന്നത് പാപമല്ല. കാരണം ഫുഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാകുന്ന ഊർജം പകരുന്നതാണ്. മനുഷ്യനൊരു കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഭക്ഷണം കൂടാതെ പോകില്ല. The person will collapse. അപ്പൊ ഭക്ഷണം കഴിക്കുന്നതോ ബ്രെഡ് ഉണ്ടാക്കുന്നതോ ഇതൊന്നുമല്ല ഇവിടുത്തെ
പ്രശ്നം എന്താ? ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്ത് ആളുകളെയൊക്കെ കൊടുന്ന് കാണിക്കാനാന്നോ? അല്ല, അവിടെ ആരും ഇല്ലല്ലോ കാണാൻ. ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരുമില്ല. പിന്നെന്തുവാണ് ഇതിനകത്തെ പ്രശ്നം? ഇനിയും അങ്ങ് വലിച്ചു വാരി തിന്ന് എന്തോ ഭക്ഷണത്തിനുള്ള ആർത്തിയാണ്? അതുമല്ല, വിശപ്പ് സഹിക്കാൻ വയ്യ. അതിനുള്ള അത്യാവശ്യത്തിനുള്ള ബ്രെഡ് അല്ലേ? അപ്പൊ ഇതൊന്നുമല്ല, ആരെയും കാണിച്ച് എന്തോ നടത്താനോ ഒന്നുമുള്ള ഒരു ടെംപ്റ്റേഷൻ അല്ല അവിടെ. പിന്നെ എന്താണ് ഇവിടുത്തെ ടെംപ്റ്റേഷൻ? നീ ദൈവപുത്രനല്ലേ? അതെ, അങ്ങനെയാണല്ലോ പിതാവ് സ്നാനപ്പെടുമ്പോൾ പറഞ്ഞത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നീ പ്രിയപുത്രനല്ലേ? പിന്നെ എന്തിനാ ദൈവം നിന്നെ ഈ മരുഭൂമിയിലിട്ട് വിശപ്പിക്കുന്നത്? ഇത് ദിവസം കുറെ ആയില്ലേ? സഹിക്കാൻ ഒക്കുന്നുണ്ടോ? ഒരു വലിയ ശുശ്രൂഷക്കല്ലേ പിതാവ് ഇങ്ങോട്ട് അയച്ചത്. ഈ പോക്ക് പോയാലേ അടുത്ത ചുവട് വെക്കാൻ ഒക്കുമോ? ശുശ്രൂഷ എന്തിയെ? You think the Father loves you so much? Where is the food? ഈ സ്നേഹത്തിൽ ദൈവത്തിന്റെ കരുതലില്ലേ? എന്തുകൊണ്ടാണ് പിതാവ് നിന്നെ ഫീഡ് ചെയ്യാത്തത്? ശരിക്കും ബില്ലവഡ് സൺ ആയിരുന്നെങ്കിൽ, പിതാവ് അത്രത്തോളം സ്നേഹിക്കുമായിരുന്നെങ്കിൽ, ഈ സ്നാനത്തിൽ പറഞ്ഞ വാക്കുകൾ ശരിയായിരുന്നെങ്കിൽ, നിന്റെ ശരീരത്തിന് ഇപ്പൊ ആവശ്യമുള്ള ബ്രെഡ് പിതാവ് അയക്കത്തില്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ വളരെ സട്ടിലായിട്ടുള്ള കർത്താവിനോടുള്ള ഒരു സജഷൻ, പിതാവിന്റെ പരിചരണവും സ്നേഹത്തെയും ചോദ്യം ചെയ്യത്തക്കവണ്ണമുള്ള ഒരു വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എടുക്കുന്നത്. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനെ അങ്ങനൊന്നും അല്ല. ഇതൊക്കെ അല്ലയോ നമ്മുടെ മനസ്സിൽ വന്ന്, ഇതെന്താ പിന്നെ എനിക്ക് മാത്രം ഇങ്ങനെ? ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ വചനം ധ്യാനിക്കുന്നു, ഞാനാണ് ദശാംശം കൊടുക്കുന്നു, ഞാൻ എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് എല്ലാ കാര്യം, ഇതെന്താ ഞങ്ങൾക്ക് മാത്രം? ഇത് എന്റെ കുടുംബത്തിൽ മാത്രം, ഇത് എന്റെ കുഞ്ഞിനെന്താ ഇങ്ങനെ? നമ്മുടെ ചർച്ചിലാന്നേ ആ വരുന്ന പുള്ളി, അവനാന്നേൽ ചർച്ചിന് തന്നെ ഒരു തലവേദന, പക്ഷെ അവൻ അടിക്കടി ഉയർച്ചയാണ്. ഇതെന്താണ് എനിക്കിങ്ങനെ? ചിലപ്പോ ദൈവം എൻ്റെ കാര്യമൊക്കെ കൈവിട്ട് കാണും. വന്നിട്ടുണ്ടോ ഇങ്ങനത്തെ ചിന്ത? നമ്മൾ ഭയങ്കര ആത്മീയരാ, അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ചിന്തയും വരത്തില്ല. ആ മനുഷ്യർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എൻറ്റൈസ്മെന്റ് ആക്കാൻ സാധ്യതയുണ്ട്. എന്തിനാണ് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നീ ദൈവത്തിന്റെ പുത്രനാണല്ലോ, അതെനിക്കറിയാം. നിന്റെ ശക്തിയിൽ ഈ കല്ലുകൾ ഈ വിൽഡർനെസ്സിൽ കിടക്കുന്നത് commanded to become bread and you can eat, survive and go and do the ministry. അല്ലാതെ നീ ഇങ്ങനാണെങ്കിൽ ഇത് കൊളാപ്സ് ആയി പോകും. പിന്നെ ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ കൊളാപ്സ് ആവും. അപ്പൊ ഇവിടുത്തെ അല്പം കൂടെ നമ്മൾ ആ ഗൗരവത്തിലേക്ക് ഇറങ്ങുമ്പോൾ, ഈ ഒരു ട്രാപ്പ് ശത്രു കർത്താവിന്റെ മേൽ എയ്യുമ്പോൾ അതിനകത്ത് ഇംപ്ലൈഡ് ആയിരിക്കുന്ന കാര്യം ഞാൻ പറയാം.
നമ്മളുടെ ശിഷ്യത്വ പരിശീലന ക്ലാസ്സുകളുടെ പ്രാരംഭത്തിൽ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം എന്ന വിഷയം, അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതം എന്ന വിഷയം വളരെ കാര്യമായി ചില സെഷൻസുകളിൽ നമ്മൾ പഠിച്ചു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ ഒരു പദപ്രയോഗം നമ്മൾ ചിന്തിച്ചിരുന്നു, തന്നെത്താൻ ഒഴിച്ചു എന്ന്. ജീസസ് ഈസ് ഗോഡ് ആൻഡ് ഹി ബിക്കേം മാൻ. തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്വമെല്ലാം മാറ്റിവെച്ചെന്നല്ല അതിന്റെ അർത്ഥം. അവിടുത്തെ ദൈവത്വത്തിൽ പ്രത്യേക അവകാശങ്ങളുടെ സ്വതന്ത്രമായ ഉപയോഗം മാറ്റിവെച്ചു. പൂർണ്ണ മനുഷ്യനായി ആത്മാവിന്റെ ശക്തിയോടെ പിതാവിനെ അനുസരിക്കുവാനായി അവിടുന്ന് സറണ്ടർ ചെയ്തു. He is still God, പക്ഷേ ബോധപൂർവം ദൈവത്വത്തിൽ അവിടുന്ന് ജീവിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ദൈവമായിരിക്കുമ്പോൾ തന്നെ മനുഷ്യപ്രകൃതത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ അവിടുന്ന് ജീവിച്ചു, പ്രവർത്തിച്ചു, ഈ ടെംപ്റ്റേഷനുകളെ അതിജീവിച്ചു. അപ്പൊ ഇവിടെ by suggesting to question the love of God and the providence of God and trying to suggest that Jesus in his power, without the consent of the Father, come on, make the bread. പിതാവും പുത്രനും തമ്മിലുള്ള ആ പുത്രന്റെ സറണ്ടർ, ടോട്ടൽ സറണ്ടർ, മനുഷ്യത്വത്തിൽ അവിടുന്ന് പൂർണ്ണ മനുഷ്യനായി പ്രവർത്തിക്കുമെന്നുള്ള പിതാവിനുള്ള സറണ്ടറിൽ നിന്ന് വ്യതിചലിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ ട്രാപ്പായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം. മനുഷ്യത്വത്തിൽ അവിടുന്ന് പിതാവിന്റെ ആ പെർഫെക്റ്റ് വില്ലിന് ആത്മാവിന്റെ ശക്തിയോടെ പൂർണ്ണമായി സബ്മിറ്റഡ് ആണ്. പക്ഷെ ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്, നോ, ഹി ഈസ് നോട്ട് പ്രൊവൈഡിങ്, യു ഡു ഇറ്റ് വിത്തൗട്ട് ദ ലീഡിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആത്മാവല്ലേ മരുഭൂമിയിലേക്ക് നടത്തിയത്? ആത്മാവിന്റെ നിറവിലല്ലേ വന്നത്? ആത്മാവിന്റെ നടത്തിപ്പില്ലാതെ, പിതാവിന്റെ ആജ്ഞയില്ലാതെ you do it yourself. You are the Son of God. You can do that. Praise the Lord. സുവിശേഷങ്ങളിൽ നിങ്ങൾ പരിശോധിച്ചാൽ ആവർത്തിച്ചാവർത്തിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ സമർപ്പണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ, യോഹന്നാൻ 4:34, യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. I will do the will of my Father. യോഹന്നാൻ 5:30, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളത് ആകുന്നു. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യത്തില്ലെന്ന് കർത്താവ് പറയും, എന്നെ അയച്ചവന്റെ ഇഷ്ടം. യോഹന്നാൻ 6:38, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ആബ്സല്യൂട്ട് ട്രസ്റ്റ് ഇൻ ദ ഫാദർ, അവിടുത്തെ ഹ്യൂമാനിറ്റിയിൽ കംപ്ലീറ്റ്ലി സറണ്ടർഡ് ടു ദ ഫാദർ ഇൻ ദ ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അത് ശത്രു ശ്രമിക്കുകയാണ് ഷാറ്റർ ചെയ്യാൻ. എടുത്തു ചാട്, തന്നെ ചെയ്യ്, വിത്തൗട്ട് ദി കമാൻഡ് ഓഫ് ദ ഫാദർ, വിത്തൗട്ട് ദ ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നീ മാറ്റി വെച്ചേക്കുന്ന നിന്റെ ദൈവ സ്വഭാവങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്ക്. എന്തിനാണ് ഇങ്ങനെ ഈ കഷ്ടപ്പെടുന്നത്? യു ആർ ഗോയിങ് ടു കൊളാപ്സ്.
ആ കല്ലിനോട് നീ കൽപ്പിക്കുക, യു ക്യാൻ ഡു ദാറ്റ്, അത് ബ്രെഡ് ആകും. നീ ഇങ്ങനെ സഫർ ചെയ്യേണ്ട. യു ആർ ദ സൺ ഓഫ് ഗോഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, സ്വന്തം ആവശ്യങ്ങൾക്ക് അവിടുത്തേതിലുള്ള ദൈവശക്തി ഉപയോഗിക്കാനുള്ള ചിന്ത എന്ന് പിന്നെ ഞാൻ പറയാം, ആകാം. നമ്മൾ വിശക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. വിശന്നാൽ അപ്പം വേണമെന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്, കർത്താവിൻ്റെ ഒരു ആവശ്യമാണ്. എന്നാൽ പിതാവിൻ്റെ ആജ്ഞയില്ലാതെ അവിടുത്തെ ഇപ്പോഴത്തെ ശാരീരിക ആവശ്യത്തിന് പ്രവർത്തിക്കുന്നത് തെറ്റാണ്. അവിടുത്തെ ആ താഴ്ച, ആ ഹ്യൂമിലിയേഷന്റെ ആ വഴി അവിടുന്ന് തെരഞ്ഞെടുത്തത് തിരസ്കരിക്കാനുള്ള ഒരു ഭയങ്കര ആട്ടമാണിത് പിശാച് പ്രയോഗിക്കുന്നത്. ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യ പ്രകൃതത്തിൽ അവിടുന്ന് ഒരു പെർഫെക്റ്റ് ഹ്യൂമനായി എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കണം എന്നുള്ളത്. അല്ലാതെ ഈ പ്രലോഭനങ്ങളെ ഒന്നും ദൈവത്വത്തിലല്ല, മനുഷ്യത്വത്തിൽ അവിടുന്ന് തോൽപ്പിക്കണമെന്നുള്ള പിതാവിൻ്റെ സമ്പൂർണ്ണ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ആ ഭയങ്കരമായ പോരാട്ടം എന്നുള്ളത് പിതാവിൻ്റെ ആജ്ഞയും ഇഷ്ടവും ഇല്ലാതെ അവിടുത്തെ പവേഴ്സ് എക്സർസൈസ് ചെയ്യുക. നമ്മളിവിടെ കാണുന്നത് കർത്താവിൻ്റെ മറുപടിയിൽ അവിടുത്തെ ആ സെൽഫ് ഡിനായലാണ്. നോ, ഐ വിൽ നോട്ട് ഡു ദാറ്റ്. അപ്പൊ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കുക എന്നുള്ള ഭയങ്കര ഒരു പോരാട്ടമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 4-ാം വാക്യത്തിലാണ് അവിടുത്തെ മറുപടി. നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതിന്റെ അവസാന വാക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ ഉത്തരം വചന അടിസ്ഥാനത്തിലാണ്. അത് വളരെ ശ്രദ്ധേയമാണ് കേട്ടോ. ആത്മനിറവിന്റെ ഒരു മാർക്ക് ആത്മാവിൽ നടത്തപ്പെടുന്നതാണെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ ഒരു പ്രത്യേകത വചന അടിസ്ഥാനത്തിലാണ് മറുപടി. എല്ലാ പ്രലോഭനങ്ങളും ഇറ്റ് ഈസ് റിട്ടൺ. ദ ഹോളി സ്പിരിറ്റ് takes us into the word of God. അല്ലാതെ പരിശുദ്ധാത്മാവ് വരുമ്പോ നമ്മളെ വചനത്തിൽ നിന്ന് മാറ്റുകയല്ല. Into the word of God, to understand the word, to proclaim the word, and to defeat the enemy by the power of the word. ഇത് നമുക്ക് വാസ്തവത്തിൽ അനുകരിക്കാൻ ഏറ്റവും നല്ലൊരു മാതൃകയാണ്. അവിടുത്തെ ആദ്യത്തെ വാക്കുകൾ അഭിഷക്തനായി കടന്നു വരുമ്പോൾ, എന്ന് എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് റിട്ടൺ. ഇറ്റ് ഈസ് റിട്ടൺ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്ത, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന, കാലഘട്ടങ്ങൾ മാറിപ്പോയാലും മാറാത്ത, നിത്യമാകുന്ന ദൈവത്തിന്റെ വചനം. ഇതേ വചനം നമ്മുടെ ഭാഷയിൽ നമ്മുടെ കയ്യിൽ കൃപയാൽ ലഭിച്ചിട്ടുണ്ട്. പ്രിയരെ, 12-ാം വയസ്സിൽ ദേവാലയത്തിൽ യേശു സ്കോളേഴ്സുമായി ദൈവവചനം ചർച്ച ചെയ്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ദ സ്കോളേഴ്സ് വർ അമേസ്ഡ് എന്നാ തിരുവെഴുത്ത് പറയുന്നത്.
എത്ര അവിടുത്തെ ഹ്യൂമാനിറ്റിയിൽ അവിടുന്ന് ദൈവത്തിന്റെ വചനം പഠിച്ച് he was full of the word of God. അതുകൊണ്ട് when he is facing the enemy, he is using the sword of the Spirit, the word of God. ദൈവവചനം അറിയാതിരിക്കുന്നത് അപകടമാണ്. ദൈവവചനത്തെ ആത്മാവിന്റെ ശക്തിയോടെയും നടത്തിപ്പോടെയും ഉപയോഗിക്കുന്നതാണ് ജയം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് മറുപടി പറയുന്നത് ദൈവവചനത്തിൽ ഒരു സത്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. സ്തോത്രം. എന്താണ് അവിടുന്ന് പറയുന്നത്? ഒരു പ്രാവശ്യം കൂടെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. എന്താ അതിന്റെ അർത്ഥം? പ്രലോഭനം എന്താ? കല്ല് അപ്പമാകുക. മറുപടി എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. മാത്യുവിന്റെ ഗോസ്പൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് പോകാം. 4-ാമത്തെ അധ്യായം, അതിന് 1 മുതലാണല്ലോ എഴുതിയിരിക്കുന്നത് ഈ ടെംപ്റ്റേഷൻ. അതിന്റെ 4-ാം വാക്യം, അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ടെംപ്റ്റേഷൻ കല്ല് അപ്പമാകാനാണ്. യേശു പറഞ്ഞു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് ഇപ്പൊ ദൈവത്തിന്റെ വചനം കൂട്ടിയ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വചനമാണ് കർത്താവ് ഇവിടെ കൂട്ടിയത്. ഈ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവാണ് നടത്തിയത്. ആത്മാവിന്റെ ശാക്തീകരണത്തിലാണ് കർത്താവ്. പിതാവിന്റെ ആജ്ഞ ആത്മാവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആത്മാവ് നടത്തി. പക്ഷെ ഈ ഉപവാസം ഇപ്പോൾ മനസ്സിലെ സജഷൻ അനുസരിച്ച് ബ്രേക്ക് ചെയ്യാൻ പിതാവിൽ നിന്ന് ആജ്ഞയില്ല. I have no counsel from God to break this now. സ്തോത്രം. ടോട്ടൽ ഒബീഡിയൻസിന് അവിടെ കമ്മിറ്റഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതം സസ്റ്റെയിൻ ചെയ്യുന്നത് ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടിയ ആഹാരം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ അനുസരിക്കുന്നതിലൂടെയാണ്. യേശുവിന്റെ ജീവിതം സാഹചര്യങ്ങൾക്കൊത്തവണ്ണം ജീവിതം മാറുന്നതല്ല. യേശുവിന്റെ ജീവിതം ഇറ്റ് ഈസ് റൺ ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. സാഹചര്യം ഇങ്ങനെയാണ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യും, സാഹചര്യം നാളെ അങ്ങനെ ആകുമ്പോ ഞാൻ അങ്ങനെ എന്നോ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് യേശു നീങ്ങുകയുള്ളൂ. ഉപവാസം നിർത്തത്തില്ല. പിതാവ് പറയുമ്പോൾ മാത്രമേ പൂർത്തീകരിച്ച് എൻഡ് ചെയ്യത്തുള്ളൂ. ഈ ബിലവഡ് സൺ എന്നൊക്കെ ചുമ്മാതെ പറഞ്ഞ നീ ചത്തുപോകും. ജീസസ് ഈസ് റിജക്റ്റിംഗ് ഇറ്റ്. പിതാവിന്റെ സ്നേഹത്തിൽ അവിടുന്ന് ഉറയ്ക്കുകയാണ്. അല്ലാതെ മനസ്സിൽ വന്ന് കാണാൻ സാധ്യതയുള്ള ഇങ്ങനെ വിശന്ന് ചാകും എന്നൊക്കെയുള്ള വരാൻ സാധ്യതയുള്ള ആ ചിന്തകളെ റിജക്റ്റ് ചെയ്യാണ്. ഒരു കാരണവശാലും തിടുക്കം കാണിക്കാതെ, ഒരു കാരണവശാലും എടുത്തു ചാടാതെ, ഒരു കാരണവശാലും സ്വന്തമായിട്ടുള്ള ഇനിഷ്യേറ്റീവിൽ നീങ്ങാതെ, സമ്പൂർണമായി പിതാവിന്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും ആത്മാവിന്റെ പരിചരണത്തിലും നടത്തിപ്പിലും പിതാവിന്റെ ഇഷ്ടത്തിന് സമ്പൂർണമായി വിധേയപ്പെടുന്ന പുത്രനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്തോത്രം.
മത്തായിയുടെ സുവിശേഷം 4-11 അങ്ങനെ നിൽക്കുന്ന പുത്രന് വേണ്ടി പിതാവ് എങ്ങനെയാണ് കരുതിയത്? അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. അതായത് 3 ടെംപ്റ്റേഷന് ശേഷം ദൂതന്മാരടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. Possibly they brought the necessary food to take care of his needs. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ കർത്താവിന്റെ പിറകെ പോകുവാനായി സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാർ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടാതെ പൂർണ്ണമായി ദൈവത്തിന്റെ സ്നേഹത്തിലും കരുതലിലും ആശ്രയിക്കണം. നിനക്കെന്താ ഇത് സംഭവിച്ചത്? എന്റെ ദൈവം അറിയുന്നു. തക്ക സമയത്ത് എനിക്ക് ആവശ്യമുള്ള വിടുതലുകളെ തന്നോളും. എനിക്കിപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഈ കാര്യത്തിലൂടെ കടന്നു പോകാൻ എന്നെ ഇങ്ങോട്ട് നടത്തിയത് സ്വർഗസ്ഥനായ എന്റെ പിതാവാണെങ്കിൽ he knows best and I will not be impatient. I will not be impatient. എടുത്തിയാടി വിവാഹമോചനത്തിന് പോകുന്ന ആളുകളുണ്ട്, എടുത്തിയാടി അതുവിധം ചെയ്യുന്നവരുണ്ട്. I will tell you no, that is a trap of the enemy. വിവാഹത്തിലേക്ക് നടത്തിയതാരാ? അത് ദൈവാലോചനയുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച ആണോ? So you don't understand. Stay calm. Trust in your loving Father. He is the one who cares for you, who will provide for you. ഒരു കാര്യത്തിനും എടുത്തിയാടല്ല. ഫീലിങ്സിനൊപ്പമല്ല. വിശപ്പ് ഒരു ഫീലിംഗ്, അപ്പോഴത്തേക്ക് എനിക്ക് അന്നേരം അങ്ങ് തോന്നി. എല്ലാ തോന്നലുകളുടെ പുറകിലല്ല ഒരു ദൈവവൈതൽ പോകുന്നു. ക്ലിയർ കട്ട് ഡിറക്ഷൻ ഫ്രം യുവർ ഫാദർ ഇൻ ഹെവൻ. ഇത് രക്ഷിക്കപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കണം. ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നതിലൂടെ മാത്രമേ ഒരു വിശുദ്ധന് പോകാൻ അവകാശമുള്ളൂ. ദൈവത്തിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ആരാഞ്ഞ് പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് ദൈവവചനത്തിനകത്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സന്ദർഭമാണെങ്കിലും മാർഗദർശനം ദൈവത്തിന്റെ വചനമാണ് മാർഗദർശനം. കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചർച്ചിലാകട്ടെ, be led by the Holy Spirit and the Spirit will lead you to the word of God. In the word you have the counsel of God. മറ്റേത് നിന്നെ ട്രാപ്പ് ചെയ്യുകയാണ്, ട്രാപ്പ് ചെയ്യുകയാണ്. എടുത്തു ചാടുക. താൽക്കാലികമായ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഒരു ആപ്ലിക്കേഷൻ നടത്തി ഞാൻ നിർത്താം. ശുശ്രൂഷ എല്ലാവർക്കും ദൈവം തന്നിട്ടുണ്ട്. സ്വന്തം ആവശ്യത്തിന് വേണ്ടി ദൈവം തരുന്ന ഗിഫ്റ്റിങ്ങിനെ വിൽക്കരുത്. സ്തോത്രം. സ്വന്തം ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ പ്രേരണ തരും. ഇതാണ് മനസ്സിൽ വരുന്നത്. അല്ലെ യൂറോപ്പും അമേരിക്ക ഒന്ന് വിസിറ്റ് ചെയ്ത് വരാം. ദൈവം അയച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു ആന്റി അവിടെ ഉണ്ട്, ആന്റിയെ വിളിച്ച് അങ്ങ് പോയേക്കാം. എന്നാ കാര്യം? കാര്യം ഒത്തിരി ആവശ്യങ്ങളല്ലേ ബ്രദറെ. ആർ യു ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്? അങ്ങനൊക്കെ അങ്ങ് കിഴിഞ്ഞ് ചിന്തിക്കൊന്നും വേണ്ട. ഓ, അതിപ്പം മഞ്ഞ് പെയ്യുന്ന രാജ്യമാണല്ലോ ഇവിടെ എല്ലാവരുടെയും ഒരു. ബൈ ദ വേ, അവിടെ പോകുന്നത് തെറ്റാണെന്നൊന്നുമല്ല ഞാനീ പറയുന്നത്. ദൈവം അയച്ചെങ്കിൽ പോകണം. ദൈവം അയച്ചില്ലേ പോവരുത്. അത് അവിടെ അല്ല ഒരിടും. പക്ഷെ എനിക്ക് വിശക്കുന്നു, എനിക്കിനി സഹിക്കാൻ വയ്യ. അപ്പോഴായി സജഷൻ വരുന്നത്. എന്ത് ചെയ്യും?
സജഷൻ ചിലപ്പോൾ വരുന്ന ഒരു ടെലിഫോൺ കോളിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വാട്സാപ്പ് സന്ദേശമായിരിക്കാം. No, God is not leading me. വിശപ്പ് തന്നെങ്കിൽ വിശപ്പ് ഞാൻ സഹിക്കാനുള്ള കൃപയും അവിടെ തരും. ആത്മാവാണ് എന്നെ നടത്തുന്നതെങ്കിൽ my heavenly Father will provide for me. I don't need to take another route. There are no shortcuts. I will obey my Father in heaven. I will stay surrendered. I will be led by the word of God. സ്തോത്രം. നമ്മളെല്ലാം തോൽക്കുന്ന മേഖലകളാണ്. ജീസസിന്റെ ഈ ടെംപ്റ്റേഷൻസ് ഒക്കെ ഒരു മസ്സായക്കുള്ളതാണ്. നമുക്കിപ്പോൾ കല്ല് അപ്പമാകാനുള്ള ടെംപ്റ്റേഷൻ അല്ല, പക്ഷെ ഇതിനകത്ത് പ്രിൻസിപ്പിൾസ് നമുക്കെടുക്കാം. ഈ സജഷൻ പോലെ നമ്മുടെ മനസ്സിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ ഉള്ള ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിടും. സ്റ്റാൻഡ് ഫേം ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. Stand firm in the word of God. പിതാവാം ദൈവം പുത്രനെ ആ ഹ്യൂമാനിറ്റിയിൽ ആഗ്രഹിച്ചത് അവിടുത്തെ ഈ ഡിവൈൻ പ്രൊറോഗേറ്റീവ്സ് ബോധപൂർവം ഉപയോഗിക്കാതെ മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ ശക്തിയോടെ കംപ്ലീറ്റ്ലി സറണ്ടർഡായി വിധേയപ്പെട്ടു പോകും. അതിനെ മാറ്റാൻ ശ്രമിക്കുക. And Jesus was victorious. Man shall not live by bread alone, but by every word that proceedeth out of the mouth of God. പിതാവിന്റെ വാക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. I will not be led by any suggestions. പിതാവ് പറയാതെ ചലിക്കത്തില്ല. സ്തോത്രം. ഈ വചനം നമ്മളെ ശക്തീകരിക്കട്ടെ. ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം ഇന്നത്തെ ഈ ധ്യാനം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മേ ബി യു ആർ ഓൺ ദ ബ്രിങ്ക് ഓഫ് എ കോംപ്രമൈസ്. ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ യു ആർ ഓൺ ദ ബ്രിങ്ക് ഓഫ് കോംപ്രമൈസ്. യു നോ ഇറ്റ് ഈസ് റോങ്, ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡോണ്ട് ടേക്ക് എ സ്റ്റെപ്പ്. Victory is around the corner. There is a God in heaven who will provide. അവിടുന്ന് താങ്കളുടെ ജീവിതത്തിൽ മഹത്വം എടുക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആ നടത്തിപ്പിന് സമ്പൂർണമായി വിധേയപ്പെട. ആത്മാവ് പറയാത്ത, ആത്മാവ് നടത്താത്ത ഒരു കാര്യത്തിലും ഇടപെടാതെ മുന്നോട്ട് പോകുക. എത്ര വിഷയം ഔട്ട് ഓഫ് ഹാൻഡ് ആണെന്ന് പറഞ്ഞാലും God provides. God loves you. Your heavenly Father will take care of your needs. ദൈവവചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Over to you, dear auntie.